ലെങ്തിനല്ലായിരുന്നു പ്രാധാന്യം. ഒരു സിനിമയിൽ 1 മിനിറ്റോ 3 മിനിറ്റോ ആണെങ്കിലും കുഴപ്പമില്ല, 50 മിനിറ്റും ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചോയ്സ് എടുത്തു. നേരത്തെയൊക്കെ കൂടുതലും നമുക്ക് വരുന്ന കൂട്ടുകാരൻ്റെ വേഷമാണ്. അപ്പം ആ സമയത്ത് അത് ആവശ്യമായിരുന്നു, മണ്ടത്തരം പറഞ്ഞ് കൂടെ നടക്കുന്ന കൂട്ടുകാർ. പക്ഷെ കുറേ കഴിഞ്ഞ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ആദ്യമൊക്കെ പ്രേക്ഷകർ പറയാറുണ്ട് ടൈപ്പ് കാസ്റ്റഡ് ആവുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ. എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, എനിക്കത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു ഏജ് ആയപ്പോഴായിരിക്കാം പിന്നെ ഈ 18 20കാരനും 23കാരനും ഒക്കെ, ഞാൻ 35 കടന്നു, അപ്പോൾ ഇപ്പോൾ 40ആയി. അപ്പം ഇനി എനിക്കൊരു 25കാരനാവാൻ മനസ്സുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നിയില്ല. അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമ വരികയാണ്, അതിലൊരു നായകനുണ്ട്, നായകൻ്റെ കൂട്ടുകാരൻ്റെ വേഷമാണ് എനിക്ക് വരുന്നെങ്കിൽ, അതിലൊരു ചെയ്യാത്തൊരു വേഷം ചിലപ്പോൾ ഒരു സീൻ ഉണ്ടാവുള്ളെങ്കിലും അത് ഞാൻ ചോദിക്കാൻ തുടങ്ങി. ചോദിച്ചു. കാശും റോളിന്റെ ലെങ്ത് മറ്റേടത്താ. റോളിന്റെ ലെങ്ത് കൂടുമ്പോഴാണല്ലോ കാശ് കൂടുന്നത്. പക്ഷെ എന്നാലും ഞാൻ പോസ്റ്റ് കോവിഡ് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ അടുത്ത് വരെ ധ്യാൻ ശ്രീനിവാസൻ വീണ്ടും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിപ്പിച്ചിരി മാറ്റുന്നുണ്ട്. അത് വേറൊരു എപ്പിസോഡാണ്, നമ്മൾ ഇപ്പൊ അജു എല്ലാ സിനിമയും അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അജു മറ്റേത് സെലക്ട് ചെയ്യും സിനിമകൾ. ഇപ്പൊ നേരത്തെ മുതൽ എന്തിന്റെ കാര്യങ്ങളാണ് എല്ലാം പറയും. ധ്യാൻ ഇല്ലാത്തൊരു സിനിമ ഒരു വെള്ളിയാഴ്ച ഇല്ല എന്ന് എൻ്റെ ഉള്ളിൽ തന്നെ അജു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അജു ഇല്ലാത്തൊരു വെള്ളിയാഴ്ചയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ സിനിമയിൽ നിന്ന് ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് അജു. അപ്പൊ ധ്യാന്റെ പാത കൃത്യമായി തുടരുവാണോ? ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ലിവിങ്ങിലോട്ട് വരുമ്പോൾ ധ്യാൻ്റെ ഉപദേശങ്ങൾക്ക് ഒരുപാട് വിലയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ധ്യാൻ്റെ ഉപദേശങ്ങൾ എന്ന് മാറ്റിയത് ധ്യാൻ്റെ രീതികൾക്ക് ഒരു ബാലൻസ്ഡ് ആക്റ്റാണ് നല്ലത്. നമുക്ക് ജീവിക്കാൻ കാശ് വേണം. എപ്പോഴും നമ്മൾ ഈ ഒരു സീൻ ചോദിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ മുന്നേ ചെയ്തൊരു സാധനമാണെങ്കിലും എങ്ങനെ വ്യത്യാസത്തോടെ ചെയ്യാമെന്നുള്ളത് എൻ്റെ ശ്രമത്തിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. മുന്നേ ചെയ്തൊരു കാര്യം വീണ്ടും അതേ, നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ കാറുകൾ പലതരം അല്ലേ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ, ഇപ്പോൾ ബിരിയാണി, മലബാർ ബിരിയാണി ഉണ്ട്, തലശ്ശേരി ബിരിയാണി ഉണ്ട്, ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്, ദുബായിൽ ബിരിയാണി വേറെ ആയിരിക്കാം അല്ലേ, ഒരു തമിഴ്നാടിന് ബിരിയാണി വേറെ. സോ അതാണ് എൻ്റെ ശ്രമം, സത്യസന്ധമായ ശ്രമം. എന്ന് വെച്ച് നമുക്ക് ബിരിയാണി ആവാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ലെങ്ത് ഓഫ് ദ റോളും ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു പാത തുടർന്നു. ഇപ്പൊ വീണ്ടും ഭയങ്കര ചൂസി ആകുമ്പോൾ നമുക്കൊരു തൃപ്തിയുള്ള മാത്രം വേഷങ്ങൾ ചെയ്യാം. ഇത് നമുക്ക് തൃപ്തികരമാക്കി വന്നൊരു വേഷത്തെ മാറ്റണം, നമുക്കും കൂടെ തൃപ്തികരമായി മാറ്റാൻ ശ്രമിക്കണം. അല്ലെ, അജുവിൻ്റെ അടുത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കാനുണ്ടോ, അജുവിനെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ അജുവിന് ജാടയാണ്, അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് ഹെഡ് വെയിറ്റ് ആണ്, ജാടയാണ്. അജുവിനെ ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളുണ്ട്. അജുവിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പണ്ട് തൊട്ട് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരെ ഇഷ്ടം. അതെ, പണ്ട് തൊട്ട് എന്നെ വെറുതെ എൻ്റെ അടുത്ത് വന്ന് നല്ലത് പറയുന്നവരോട് കേട്ട് വിടാറേ ഉള്ളൂ. ഇപ്പം എൻ്റെ കൂടെയുള്ള മാനേജർ ഞാൻ പലയിടത്തും പറഞ്ഞു, ഇപ്പം അല്ലെങ്കിൽ എൻ്റെ അഡ്മിൻ വളരെ ബ്ലണ്ടായിട്ട് തല്ലിപ്പൊളിയാന്ന് മുഖത്ത് നോക്കി പറയുന്നതാണ് എനിക്കിഷ്ടം. ആക്ച്വലി പണ്ടും ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ ഇൻ്റർവ്യൂവിലാണ് തോന്നുന്നു പറഞ്ഞേക്കണേ, പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് 9 എണ്ണമാണുള്ളത്. അപ്പം ആ സമയത്ത് വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 15 20 പറയാറുണ്ട്. കാര്യം അയാളുടെ മുഖത്തെ ആ ഒരു ചെറിയ സന്തോഷം കാണാൻ എനിക്ക് സന്തോഷമായിരുന്നു. ഒരുതരം വട്ടായിരിക്കാം, പക്ഷെ എനിക്കതും ഇഷ്ടമാണ്.